ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇഷ്ടമാത്രത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചന ആദിയോട് സംസാരിക്കുക. അപ്പൊ രചന പറയാണ്, ആദി നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് തോന്നുന്നു? അതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു? നീ എന്റെ മകനല്ലേ, നിന്റെ അമ്മയല്ലേ ഞാൻ? എന്നിട്ട് നീ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മമ്മിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പോരാനുള്ള കാരണം എന്നൊക്കെ. എന്നിട്ടും മമ്മിക്ക് മനസ്സിലാവില്ലേ എന്തിനാണ് കെട്ടിഴുന്നുള്ളി ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. മമ്മിക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മമ്മി എന്നെ വിളിക്കണമായിരുന്നു. ഞാൻ മമ്മിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു, അല്ലാതെ ഇങ്ങോട്ടല്ല വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശ് അങ്ങോട്ട് വരുന്നത്. അപ്പോ ആകാശിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് കലി വരികയാണ്. അതും ഇയാളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇതിന്റെ വല്ല കാര്യമുണ്ടോ മമ്മി എന്നൊക്കെ ചോദിക്കുമ്പോ മമ്മി എന്നെ എത്ര ശകാരിച്ചാലും ഞാനത് കേൾക്കില്ല. കാരണം മമ്മി ചെയ്യുന്ന ഒരു കാര്യവും ന്യായമില്ലാത്ത കാര്യമാണ്. ഞാനതുകൊണ്ട് ആ കാര്യത്തിലൊന്നും മമ്മിയുടെ ഞാൻ കൂടെ നിൽക്കില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശാണെങ്കില്, ആദ്യം നീ എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് തുള്ളുന്നത്? എത്ര നാളത്തേക്ക്? നിന്റെയും നിന്റെ അനിയത്തിയുടെയൊക്കെ സന്തോഷം അവസാനിക്കാനായിട്ട് പോവാണ്. കാരണം എന്താണെന്നറിയാവോ? ഇഷിതയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോകുന്നു. ഇപ്പോ നിന്നോടും നിന്റെ അനിയത്തിയോടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കും. പക്ഷേ ഒരു കുഞ്ഞു ജനിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഇഷിതയുടെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നീയും നിന്റെ അനിയത്തിയൊക്കെ ഇവിടെ പഞ്ചമുച്ചം മടക്കി നിൽക്കേണ്ടി വരും. പിന്നെ നിങ്ങളെ കണ്ണു നേരെ കണ്ടുവിടാത്തൊരവസ്ഥയാകും എന്നൊക്കെ ഇങ്ങനെ ആകാശ് ആദിയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്കിൾ എന്തുദ്ദേശത്തിലാണ് ഈ പറയുന്നത്? അങ്കിള് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ എന്റെ ഡാഡി ആരുടെയും മതപതനം കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ല അങ്കിളെ. അതുകൊണ്ട് അങ്കിൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ മേലെ വരാൻ നിൽക്കരുത്. അങ്കിൾ ഇപ്പൊ നിൽക്കുന്നതും എന്റെ ഡാഡിയുടെ വീട്ടിലാണ്, അതായത് എന്റെ വീട്ടില്. ഇവിടെ വന്നിട്ട് എന്നെ ധിക്കരിക്കാൻ മാത്രം അങ്കിൾ ആയിട്ടില്ല അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദി നല്ല മറുപടി കൊടുക്കാണ്. അപ്പോഴേക്കും ആദി, നീ ഇങ്ങനെ സംസാരിക്കരുത്. നീ ആരോട് സംസാരിക്കുന്നറിയാവോ? ആരോടാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം മമ്മി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഇനി ഇയാളെയും കൂട്ടി മേലെ മമ്മി ഇങ്ങോട്ട് വന്നു പോകരുത്. അല്ലെങ്കിൽ മമ്മി ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല. ഇത്തരത്തിലുള്ള വർത്തമാനം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാമെന്ന് ശ്രമിക്കുകയും വേണ്ട. എനിക്കറിയാം എന്റെ ഡാഡി എന്താണ്, ഇഷിതാമ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഇറങ്ങി പോകാൻ നോക്കി ഇയാളോട് പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആകാശ് അടപ്പിടിച്ച് നിൽക്കാണ്. കാരണം അത്രയ്ക്ക് നാണം കെട്ടൊരു അവസ്ഥയിലായി പോയി. അങ്ങനെ ആകാശ് രചനയോട് പറയാണ്, രചന അവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ അന്ധമായ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവനോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, നീ ഇറങ്ങാൻ നോക്കെന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും രചനയാണെങ്കിൽ പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും, വേണ്ട മമ്മി, ഇനി ഡാഡിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർത്തമാനം എനിക്ക് കേൾക്കണ്ട, മമ്മി പോകാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് രചനയെ പറഞ്ഞു വിടുക. രചനയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് ഭയങ്കര സങ്കടം തോന്നിയ. കാരണം തന്റെ മമ്മിയോട് ഇത്രയും നാൾ സ്നേഹം കാണിട്ട് മമ്മിയുടെ കൂടെ നിന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മമ്മിയെ വിട്ട് പോകുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് അത് സഹിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശ് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ആകാശിന്റെ അടുത്തേക്ക് ഈ സുമിയുടെ അമ്മാവും വരിക. സുമിയുടെ അമ്മാവ് വന്ന് സാറേ എന്ന് പറഞ്ഞ് വിളിക്കുക. ആകാശ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നെറ്റിപ്പോയി. ഇയാളെന്തിന് ഇങ്ങോട്ട് വന്നതെന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ആകാശ്. എന്റെ അമ്മാവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന്. എന്റെ അടുത്ത് വന്നിട്ട് യാതൊരു പ്രയോജനമില്ല. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്? സാറേ, ഞാൻ പറഞ്ഞല്ലോ, സുമിതയെ കുറിച്ച് എനിക്ക് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. സാർ എപ്പോഴും ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്, എനിക്ക് പൈസയും തരുന്നുണ്ട്. അപ്പോ ഇതിലെന്തൊക്കെയോ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് തന്നെയാണ് സാറേ ഞാൻ ഇതൊന്നും വിട്ട് കളയാതെ വീണ്ടും വരുന്നത്. സാറ് പറയുന്നത് സുമിത ദുബായിൽ പോയി എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്കതിൽ യാതൊരു വിശ്വാസവും ഇല്ല. അപ്പോ അമ്മാവൻ എന്താ പറഞ്ഞു വരുന്നത്? സുമിത ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളൊരു സംശയമുണ്ടോ? അതെ, എനിക്ക് ആ സംശയമുണ്ട്. അവൾ എന്റെ പൊന്നു മോൾക്ക് എന്തൊക്കെയോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അവൾ ഒരു ദുബായിലേക്കും പോയിട്ടില്ല. അങ്ങനെ എന്നെ ഉപേക്ഷിച്ച് എന്നെ മറന്നുകൊണ്ട് എന്നോട് പറയാതെ ഒന്നും സുമിത പോകില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് അടിപതറിയ ഒരു അവസ്ഥയിലായി പോവാ. ഭയങ്കര രീതിയിൽ ഭയങ്കര പേടിച്ച് ഇങ്ങനെ വിറച്ചൊരു വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അതുകൊണ്ട് സാറ് പറ, സാറിന്റെ നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് ഞാനൊന്ന് വിളിക്കട്ടെ.
സാറ് വിളിക്കുന്നുമില്ല, ഒന്നുമില്ല. സാറ് ഞാൻ വരുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ എന്റെ പൊന്നമ്മാവ, സുമിത്രയുടെ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ല. അവള് ഡൽഹിയിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. കുറച്ച് ദിവസം കൂടി താമസിക്കും. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, ഡൽഹിയിലൊക്കെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ അവളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന്. അതിനുശേഷം ഞാൻ അമ്മാവനെ വിളിക്കാം, അമ്മാവന്റെ നമ്പർ ഒന്ന് തന്നേര്. ഞാൻ അമ്മാവനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മാവന്റെ നമ്പർ മേടിക്കാം. എന്നിട്ട് അമ്മാവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ആകാശ് മേനോനാണെങ്കിൽ എടോ ഇനി താൻ ആരെയും കാണാനായിട്ട് ചെല്ലൂലോ, കാരണം തന്നെ ഞാൻ കത്തിക്കും. സുമിതയുടെ അടുത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞു വിടാനുള്ള പരിപാടികളൊക്കെ എനിക്കറിയാം. പക്ഷെ അപ്പോഴും ഈ ആകാശ് മേനോന് പേടിയാണ്, കാരണം ഇയാൾ വല്ല കംപ്ലൈന്റ് കൊടുത്താൽ ഞാൻ പണി കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ ആകാശാണെങ്കിൽ നേരെ ആ ഒരു പാറമടയുടെ അടുത്തേക്ക് ചെല്ലുക. പാറമടയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് പാറമടയിൽ ഇങ്ങനെ നോക്കി നിന്ന് ഒരു കുപ്പി ബിയറൊക്കെ ഇങ്ങനെ കുടിക്കുക. ബിയറൊക്കെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞേ സുമിതയുടെ ശരീരം ഇതുവരെയും പൊങ്ങിയിട്ടില്ല. എങ്ങനെ പൊങ്ങാതിരിക്കും? ഞാൻ കല്ല് കെട്ടി താത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് അവളെ ഇനി ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, അത് ഉറപ്പാണ്. പക്ഷെ ആ കിളവൻ പോലീസിന്റെ പിന്നാലെ പോയി പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമല്ലോ, അതിനു മുമ്പ് തന്നെ അയാൾ അവസാനിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ച് ആകാശ് ആ മദ്യക്കുപ്പി അവിടെ വലിച്ചെറിഞ്ഞിട്ട് നേരെ കാറിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ ആ വരുന്നത് നമ്മുടെ വക്കീല്, അതായത് മഹേഷിന്റെ വക്കീല് ഈ വണ്ടിയുടെ മുന്നിൽ വന്ന ഒറ്റ ചാട്ടോ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആകാശം ദേഷ്യം വന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് ആരാണ് കുറിയെ വന്ന് ചാടുന്നത്, കണ്ണ് കണ്ടുപിടി നിങ്ങൾക്ക് എന്ന് ചോദിക്കാം. അപ്പൊ വക്കീല് ഹെൽമെറ്റ് എല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനെ കണ്ട് നമ്മുടെ ആകാശ് മേനോൻ ഞെട്ടിപ്പോവാണ്. നിങ്ങൾ വക്കീലല്ലേ? ആ മഹേഷിന്റെ വക്കീല്? അതെ. ഓ, നിങ്ങൾ ആകാശ് മേനോൻ. എന്താണോ തനിക്ക് കണ്ണൊന്നും കണ്ടൂടെ? രണ്ടും കൽപ്പിച്ചാണോ എന്നൊക്കെ ചോദിക്കാണ്. വക്കീലിനാണ് കണ്ണ് കാണാൻ പാടത്ത്. ഇത്രയും വലിയ കാറ് വരുന്നത് കണ്ട് എന്തിനാണ് കുറുകെ വന്ന് ചാടിയെന്ന് ചോദിക്കാം. അപ്പോഴേക്ക് വക്കീല് പറയണം, അല്ല ഇത് പാറമടയിലേക്ക് പോകുന്ന വഴിയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയാ വന്നത്? അതെന്തിനാ മേഡം അന്വേഷിക്കുന്നത്? ഞാൻ ഇവിടെ വരും പോകും, അതല്ല എന്റെ ഇഷ്ടം. മേഡം എന്തിനാ ഇവിടെ വന്നതെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ കൂടുതൽ ചോദ്യമൊന്നും ഇവിടെ എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നിങ്ങള് പാറമടയിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഈ പാറമടയിലായിട്ട് ആരും വരാറില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശിനാകെ പേടി തന്നെ. അപ്പൊ ആകാശാണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇവര് വീണ്ടും സംശയിച്ച് എന്നോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ഈ വക്കീലിന് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുക. അങ്ങനെ ഡൗട്ട് തോന്നി വക്കീല് നേരെ പാറമടയുടെ അടുത്ത് ചെല്ലുകയാണ്. ഇവിടെ കണ്ടാൽ അറിയാം ഈ പരിസരത്തെങ്ങും ആരും വരാറില്ല, അത് കണ്ടാൽ ശരിക്കും അറിയാം. എന്നിട്ടും അയാൾ എന്തുകൊണ്ടും അവിടെ വന്നു? അങ്ങനെ ഈ ആകാശ് കുടിച്ച് ആ മദ്യക്കുപ്പി കയ്യിലേക്ക് കിട്ടുകയാണ്. ഇത് ആകാശ് കുടിച്ച് വലിച്ചെറിഞ്ഞതായിരിക്കോ? ആയിരിക്കാനാ സാധ്യത. ആകാശ് ഇത് കാണുകയും ചെയ്യാണ്. എന്തുകൊണ്ടായിരിക്കും അയാളിവിടെ വന്നതെന്ന് വീണ്ടും ഈ വക്കീലിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചുയർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആകാശിന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിന്നു താൻ പെട്ടു എന്നൊരു അവസ്ഥയിലായി പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമ്മന്റെ അടുത്തേക്ക് മാഷാണെങ്കിൽ ഒരു തൊട്ടില് മേടിച്ചുകൊണ്ട് വരികയാണ്. മാഷേ, ഇതെന്താ മാഷേ, ഇത് കണ്ടറിഞ്ഞൂടെ തൊട്ടില്? എനിക്ക് എന്റെ കുഞ്ഞാവ വരുമ്പോഴത്തേക്ക് മേടിച്ച തൊട്ടിലാണിത്. എന്റെ മാഷ എന്ത് അബദ്ധമായി കാണിച്ചത്? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടില് മേടിക്കാൻ പാടില്ല, അത് ആപത്താണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മാഷിന്റെ മനസ്സൊന്നും മടുത്തുപോയി. അത് പിന്നെ പ്രിയാമണി, എനിക്കും അറിയാം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ മേടിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ തൊട്ടിൽ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ എന്താ സാറേ തൊട്ടിൽ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ മോളുടെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ സാറേ ആ തൊട്ടിൽ അങ്ങോട്ട് മേടിച്ചോ, നല്ലൊരു തൊട്ടിൽ തന്നെയാണ്, ഇത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, സാർ അത് മേടിച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നീട് എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല പ്രിയാമണി. എനിക്ക് ആ തൊട്ടിലോട് അത്രയും കൊതി തോന്നി, എനിക്ക് അവിടെ വിട്ടിട്ട് കളയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ മാഷിന്റെ ആ നിഷ്കളങ്കമായ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയാണെങ്കിൽ സാരില്ല, മാഷ് ഇഷ്ടത്തോടെ മേടിച്ചല്ലേ, ഞാൻ ഏതായാലും ഒന്നും പറയുന്നില്ല, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അല്ലെങ്കിലും പണ്ടത്തെ കാരണവന്മാരാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ പറയുന്നത്, അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, നമ്മുടെ തലവിധി എന്താണോ അതേപോലെ നടക്കും. അപ്പോ അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോ ആ കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ.
അപ്പൊ ഈ തൊട്ടില് നമുക്ക് ഇഷിതയ്ക്ക് കൊണ്ടേ കൊടുത്താലോ? ഞാൻ ഏതായാലും പോയി കൊണ്ടേ കൊടുത്താലോ? അയ്യടാ, അങ്ങനെ ഒറ്റക്ക് പോയി കൊണ്ടേ കൊടുക്കണ്ട, ഞാനും കൂടെ വരും തൊട്ടില് കൊടുക്കാനായിട്ട്. എനിക്ക് വാ പ്രിയാമണി എന്ന് വിളിച്ചുകൊണ്ട് പോവാ. പക്ഷെ ഈ സമയം തന്നെ നമ്മുടെ ഇഷിതയ്ക്ക് ജ്യൂസ് കൊടുക്കുകയാണ് സ്വപ്നവല്ലി. അപ്പൊ ഇഷിത പറയണം, മതി അമ്മ, എനിക്ക് വയറ് നിറഞ്ഞു, അത് പറ്റില്ല, ഇത് കുടിച്ചേ മതിയാവുള്ളൂ. അമ്മ വയറ് നിറഞ്ഞുകൊണ്ടിട്ടല്ലേ, ഇത് കുടിക്കാനായിട്ട് കഴിയുന്നില്ലെന്നേ. ശരി എങ്കിലേ ഞാൻ ഇത് കൊണ്ട് വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ ജ്യൂസ് കൊണ്ട് അടുക്കളയിട്ട് വെക്കാനായിട്ട് പോകുന്ന ആ സമയത്താണ് ആ പ്രിയാമണിയും മാഷും കൂടി തൊട്ടിലായിട്ട് വരുന്നത്. ഇത് കണ്ട നമ്മുടെ ഇഷിതയാണെങ്കിൽ ഞെട്ടിപ്പോവാണ്. എന്റെ ദൈവം, ഞാൻ എന്തായി കാണുന്ന തൊട്ടിലോ, ഇതെന്താ വെച്ചാൽ തൊട്ടിലായിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും മോളെ, അപ്പോഴേക്കും പ്രിയാമണി, ആ കഥ ഞാൻ പറയാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഒരു ഭംഗിയുള്ള തൊട്ടില് കണ്ട് മാഷിന്റെ മനസ്സങ്ങാട് ഇങ്ങനെ അലിഞ്ഞു പോയി. മോൾക്ക് വേണ്ടി മേടിക്കണം എന്നുള്ള ഒറ്റ ചിന്തയായി. പിന്നെ അത് അവിടെ വിട്ടിട്ട് വരാനായിട്ട് മാഷിന് കഴിഞ്ഞില്ല മോളെ. അപ്പോഴേക്കും മാഷ് ചോദിക്കണം, മോളെ ഞാൻ ഈ തൊട്ടിൽ മേടിച്ചത് അബദ്ധമായി പോയോ? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ മേടിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത മോളുടെ മനസ്സിലുണ്ടോ? ആര് പറഞ്ഞാ? എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല മനസ്സിൽ. പിന്നെ കൊച്ചുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടിൽ മേടിച്ച എന്താ കുഴപ്പം? കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ ഹോസ്പിറ്റലിൽ കുറെ തൊട്ടിൽ കിടക്കുന്നത്. അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ ആ തൊട്ടിലേക്ക് എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ എടുത്തും. അപ്പോ അതിൽ യാതൊരു തെറ്റുമില്ല അച്ഛ എന്ന് പറയാണ്. ഹോ, എന്റെ മോൾ അങ്ങനെ പറഞ്ഞല്ലോ, മനുഷ്യന് സമാധാനമായി എന്ന രീതിയിൽ സംസാരിക്കാണ്. അപ്പൊ വരുന്ന കലിയും തുള്ളി മഞ്ജിമ ചോദിക്കണം, എന്താ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പറയാൻ, കണ്ണാണ്ടൂടെ ഇതാണ് തൊട്ടില് എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് ശരി, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടില് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണോ? നിങ്ങൾക്കൊക്കെ ബോധം എന്ന് പറഞ്ഞ സാധനമില്ലേ? എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് കലി വരിക. എന്താ തൊട്ടില് മേടിച്ചെന്ന് വിചാരിച്ച എന്താ കുഴപ്പം ഇപ്പൊ സംഭവിക്കാനായിട്ട് പോകുന്നത്? മഞ്ജിമ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ സ്വപ്നം വരുന്നത് എന്താ ഇവിടെ കാര്യം? അമ്മേ ഇത് കണ്ടോ അമ്മേ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടില് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഉള്ളവര്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി ഞെട്ടിപ്പോയി. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിലോ? അത് അങ്ങനെ പാടില്ലായിരുന്നല്ലോ മാഷെ. മാഷിനെങ്കിലും പ്രിയാമണിയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കാൻ പാടില്ലായിരുന്നില്ലേ ഇങ്ങനെ തൊട്ടിൽ മേടിക്കാൻ പാടില്ലെന്ന്? അയ്യോ സ്വപ്നവല്ലി, അതിന് പ്രിയാമണിയല്ല ഈ തൊട്ടിൽ മേടിച്ചത്, അത് ഞാൻ തന്നെയാ തൊട്ടിൽ മേടിച്ചത്. എന്നാലും അത് വേണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടിൽ മേടിക്കുന്നത് ദോഷമാണ് എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ ഇഷിത പറയാണ്, അല്ലെങ്കിലും തൊട്ടിൽ വേണമല്ലോ, കുഞ്ഞ് ജനിക്കാൻ നേരത്ത് കൊച്ചിന് കിടക്കാൻ തൊട്ടിൽ വേണമല്ലോ, അതിപ്പോ തന്നെ മേടിച്ചെന്ന് വിചാരിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോ നമ്മുടെ മഞ്ജിമ ഭയങ്കര ദുഷ്ട രീതിയിൽ സംസാരിക്കാണ്. കുഞ്ഞ് ജനിച്ചില്ലെങ്കിലോ, തൊട്ടില് മേടിച്ചിട്ട് വന്ന് കിടക്കാൻ കുഞ്ഞുണ്ടായില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാ. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.